വയനാട് പുൽപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. പാക്കം കാരേരിക്കുന്ന് കോളനിയിലെ ശരത്തിനാണ് പരിക്കേറ്റത്. വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങുന്നതിനിടെ ആനയുടെ മുന്നിൽപ്പെടുകയായിരുന്നു. പുൽപ്പള്ളി വിജയ ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശരത്ത്. മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ ആരോപിച്ചിരുന്നു. ഈ ആന നേരെ ഞങ്ങൾ ചെറിയൊരു ഒച്ചപ്പാടുണ്ടാക്കി. അപ്പം ആന ക്രോസ് ഇങ്ങനെ കടന്നിട്ട് അതിൻ്റെ ഇത് കുമ്പില്ലേ അതിലിങ്ങനെ തള്ളിയിട്ടിട്ട് അവനെ കൊണ്ട് പോയി അവിടെ നിന്ന് കൊള്ളുന്ന അപ്പം കൊണ്ടിട്ട. എന്നിട്ട് ലാസ്റ്റ് അനിയൻ എന്നോട് വന്ന് പറഞ്ഞു, എടാ ഇങ്ങനെ സംഭവമാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ അനിയന് പോയി അവനെ പൊക്കിയെടുത്തിട്ട് വന്നു. ആനെ കൊണ്ടുവന്ന് വെള്ളം കുടിപ്പിച്ചൊക്കെയാണ് ഇവന്മാർ എനിക്കിട്ട് തല്ലിയത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഈ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെ, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? നിലവിൽ ഈ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുള്ളത്. പുൽപ്പള്ളി പാക്കം കാരേരിക്കുന്ന് ആദിവാസി കോളനിയിലെ വിജയൻ കമലാക്ഷി ദമ്പതികളുടെ മകൻ ശരത്തിനാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 8 മണിയോടെ പുഴമൂല കോളനിയിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത കൂട്ടുകാർക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഇതിനിടയിലാണ് ആനയുടെ മുന്നിൽപ്പെട്ടത്. കുട്ടി ആന 2 തവണ തുമ്പിക്കൈ കൊണ്ട് വലിച്ച് എറിഞ്ഞതായാണ് ലഭ്യമാകുന്ന വിവരം. ഓടി രക്ഷപ്പെട്ട സുഹൃത്തുക്കളാണ് ഇക്കാര്യം കോളനിയിലുള്ളവരെ അറിയിച്ചത്. വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് പിന്നീട് ശരത്തിനെ കണ്ടെത്തിയത്. പുൽപ്പള്ളി ആശുപത്രിയിൽ എത്തിച്ചു. ഗുരുതരാവസ്ഥയിലായിരുന്നു. അതിനാൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഈ കുട്ടിയുള്ളത്. ഈ മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാണ് എന്നാണ് ഈ പ്രദേശവാസികളെല്ലാം തന്നെ പറയുന്നത്. ശരത്ത് പുൽപ്പള്ളി വിജയ ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ചേകാടിയിൽ നിന്ന് ഒരു ദൃശ്യം പുറത്തു വന്നത്. 2 ബൈക്ക് യാത്രികർ പോകുമ്പോൾ ഒരു കാട്ടാന തിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. ഇതിനിടയിൽ ബൈക്കിൽ നിന്ന് വീണ ഒരു ദൃശ്യം കൂടി പുറത്തു വന്നിരുന്നു. എന്തായാലും ആ മേഖലയിൽ ഈ കാട്ടാന മാത്രമല്ല മറ്റു വന്യമൃഗങ്ങളുടെ ശല്യവുമുള്ള പ്രദേശമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. വിജയകുമാർ. പുൽപ്പള്ളി വിജയ ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പരിക്കേറ്റ ശരത്ത്. ഈ പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾക്ക് പരാതിയുണ്ട്. കുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കുറച്ചേറെ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.